വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കൊച്ചുകഥയാണ്. ഒരിക്കൽ നൂഹ് നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് ബിംബങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരെ കണ്ടു. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ബിംബങ്ങളെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ ദേഷ്യപ്പെട്ടു നൂഹ് നബി അലൈഹിസ്സലാമിനെ കല്ലുകൊണ്ടും വടികൊണ്ടും എടുത്തെറിഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം ഒരു മലമുകളിലേക്ക് പോയിക്കൊണ്ട് അല്ലാഹു തആലയോട് ദുആ ചെയ്തു. അല്ലാഹു തആല പറഞ്ഞു, നീ നാളെ പോയിട്ട് മരങ്ങൾ ശേഖരിച്ച് 3 നിലയുള്ള ഒരു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം രാവിലെ ആയപ്പോൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ കൊണ്ട് മരങ്ങൾ ശേഖരിക്കാൻ പോയി. അങ്ങനെ 3 നിലയുള്ള കപ്പലുണ്ടാക്കി. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം വീണ്ടും അല്ലാഹു തആലയോട് ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നാളെ രാവിലെ ആകുമ്പോൾ ഒരു മഴ പെയ്യുമെന്ന് പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാം രാവിലെ ആയപ്പോൾ മഴ തുടങ്ങി. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ കൊണ്ട് കപ്പലിലേക്ക് കയറി. 1-ാം നിലയിൽ മൃഗങ്ങളും 2-ാം നിലയിൽ മനുഷ്യരും 3-ാം നിലയിൽ പക്ഷികളുമായിരുന്നു. വെള്ളം ഉയർന്നു തുടങ്ങി. കപ്പൽ പൊങ്ങി തുടങ്ങി. കാഫിറുകൾ മരിച്ചു തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരെ കപ്പൽ ഒഴുകിപ്പോയപ്പോൾ ഒരു മലമുകളിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയും കുട്ടിയെയും കണ്ടു. നൂഹ് നബി അലൈഹിസ്സലാം അവരോട് കയറാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂടി അവർ മരിച്ചു. കപ്പൽ ഒഴുകി തുടങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.